എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പറയാൻ വന്നൊരു കാര്യം നമ്മുടെ ഭരണി അടുത്ത് വരികയാണ്. കൊടുങ്ങല്ലൂർ ഭരണി, കുംഭഭരണി കൊടിയേറി മീനഭരണിക്ക് ഉത്സവം അവസാനിക്കുന്ന കൊടുങ്ങല്ലൂർ കാവിലെ ഭരണി മഹോത്സവം കഴിഞ്ഞ 2 വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഈ ഉത്സവത്തോടനുബന്ധിച്ച് തന്നെ ഭരണി മാസാചരണം എന്ന് പറഞ്ഞ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ട് അത് തുടക്കം കുറിക്കാൻ കാരണം മറ്റൊന്നുമല്ല, പല കുലങ്ങളിലെയും കാളിയുടേതായിട്ടുള്ള പതികളിലെയൊക്കെ ഗുരുതിയും ബലികർമ്മങ്ങളൊക്കെ നിൽക്കണം, നിന്നുപോയതൊക്കെ പുനരാരംഭിക്കണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ്. അപ്പോൾ അത് ഈ വർഷവും ഭംഗിയായിട്ട് തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പറയാനുള്ളത്, നമ്മൾ കേരളത്തിൻ്റെ അടിസ്ഥാന കുലപരദേവത എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ കുറുമ്പക്കാളി തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആ കാളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുലാചാരികൾ ഈ വരുന്ന കുംഭഭരണി മുതൽ മീനഭരണി വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടേതായിട്ടുള്ള പതികളിലോ തറവാടിലോ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഒരു കോഴിയെ വാങ്ങിയിട്ട് ആ കാളിക്ക് വേണ്ടിയിട്ട് ബലി നൽകുക. കൊടുങ്ങല്ലൂർ കുറുമ്പക്കാളിയുടെ ചിലമ്പുലി നാദം, കാൽച്ചിലമ്പിൻ്റെ നാദങ്ങൾ ഗോകർണം മുതൽ കന്യാകുമാരി വരെ കേൾക്കുന്ന ആ പൂർവികമായിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെ നമുക്ക് മടക്കിക്കൊണ്ടുവരേണ്ടതുണ്ട്. ആ ചൈതന്യവർദ്ധനവിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും, കുലാചാരികളെല്ലാവരും, ഈ മാർച്ച് 4-നാണ് കുംഭഭരണി തുടങ്ങുന്നത്. അന്ന് മുതൽ ഏപ്രിൽ 1 വരെയാണ്. ഏപ്രിൽ 1-ന് മീനഭരണി. അപ്പോൾ ഈ ഇതിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം, നിങ്ങൾക്ക് ഏത് ദിവസമാണോ വരുന്നത് അന്ന് ഒരു കോഴിയെ വാങ്ങി അത് കുറുമ്പക്കാളിക്ക് വേണ്ടിയിട്ട് ബലി നൽകുക, എന്നുവെച്ചാൽ അതിൻ്റെ പ്രസാദം കഴിക്കുക. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോണിടത്ത് കറക്കി കഴിഞ്ഞാൽ എപ്പോഴും ചിക്കൻ മന്തിയും ചിക്കൻ ചില്ലിയും ചില്ലി ചിക്കനും ചിക്കൻ ബിരിയാണിയൊക്കെ അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് അന്യമന്ത്രജപദോഷമുണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഹലാൽ മന്ത്രങ്ങൾ ചെയ്ത ഭക്ഷണം കഴിച്ച് അത് അന്യമന്ത്രജപദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ പൂർവികമായിട്ടുള്ള കുലാർവണ തന്ത്രത്തിലൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവതക്ക് അല്ലെങ്കിൽ പിതൃക്കൾക്ക് കൊടുത്ത മാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിലാണ് പുണ്യം നമുക്കുണ്ടാകുന്നത്. അപ്പോൾ അത് കരുതിയിട്ടെങ്കിലും നിങ്ങൾ ഈ ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു കോഴിയെ ആ കാളിക്ക് വേണ്ടിയിട്ട് നേദിക്കുക, ബലി നൽകിയിട്ട് അത് നേദ്യം കൊടുക്കുക. അതിൻ്റേതായിട്ടുള്ള ചൈതന്യവും ഐശ്വര്യവും നിങ്ങളുടെ തറവാടുകളിലേക്ക് ഉണ്ടാവും, അതിൽ യാതൊരു സംശയവും വേണ്ട. മാർച്ച് 4-നാണ് കുംഭഭരണി. അത് കഴിഞ്ഞ് ഏപ്രിൽ 1-ന് മീനഭരണിയോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. കൊടുങ്ങല്ലൂർക്കാവ് ഇനി ഭക്തിയുടെ രൗദ്രഭാവം പൂണ്ട് വരുന്നൊരു സമയം. ആ രൗദ്രഭാവം പൂണ്ട് വരുന്ന സമയത്ത് ആ ദേവതയുടെ രൗദ്രഭാവത്തിൽ കൂടുതൽ ചൈതന്യവക്താക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യേണ്ടത്. ഈ ഭരണി മാസാചരണം എന്ന ഈ പരിപാടിയിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളിയാവണമെന്നാണ് പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പോലെ തന്നെ ഭരണി മാർച്ച് 4 മുതൽ മീനഭരണി ഏപ്രിൽ 1 വരെ ഒരു ദിവസം മുടങ്ങാതെ കുറുമ്പക്കാളിക്ക് വേണ്ടി കോഴിയെ ബലി നൽകി അതിൻ്റെ കർമ്മം ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ 2 വർഷമായിട്ട് തുടർന്നു ചെയ്യുന്നുണ്ട്. ഈ വർഷവും അത് അതേപോലെ തന്നെ തുടരണം. അപ്പോൾ നിങ്ങൾ കുലാചാരികളെല്ലാവരും ഇതുപോലെ നിങ്ങളുടെ വീടുകളിൽ
ഒരു കോഴിയെ വാങ്ങി അത് കുറുമ്പക്കാളിക്ക് വേണ്ടി ബലി നൽകി അതിൻ്റെ പ്രസാദം കഴിക്കണം എന്നാണ് പറയാനുള്ളത്. നന്ദി, നമസ്തേ.